ഹായ് മക്കളെ, ഇപ്പോൾ നാളെ ഫിസിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് ആവശ്യമായ എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെറിവേഷൻസ്, ഇക്വേഷൻസ്, ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിലെന്താണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത്? യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഞാൻ ആദ്യം എഴുതാം. ഒന്ന്, നിങ്ങൾ എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻസ് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഏതൊരു ക്വാണ്ടിറ്റി തന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഡയമെൻഷൻസ് എഴുതാൻ അറിഞ്ഞിരിക്കണം. 2, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഉറപ്പായിട്ടും പഠിച്ചു കൊണ്ടുപോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനൈറ്റി എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ എന്താണെന്നും അതെങ്ങനെ എഴുതാമെന്നുമുള്ളത് പഠിച്ചുകൊണ്ട് പോകണം. 3-ാമത്തെ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് അവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആപ്ലിക്കേഷൻ ഉണ്ട്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എന്താണോ എന്ന് ചെക്ക് ചെയ്യാൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് അൻ ഇക്വേഷൻ. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും. 2-ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഒരു ഇക്വേഷൻ, ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനും പഠിച്ചുകൊണ്ട് പോകണം. 4-ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഇത്രയുമാണ് നിങ്ങൾ ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോകേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമേ ഡയമെൻഷൻ എല്ലാവർക്കും അറിയാം. മാസിന്റെ ഡയമെൻഷൻ m ആണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ l ആണ്, ടൈമിന്റെ ഡയമെൻഷൻ t ആണ്. ഇത്രയെങ്കിലും നിങ്ങൾ ആദ്യമേ അറിഞ്ഞു വെച്ചിരിക്കണം. മാസ് m, ലെങ്ത് l, ടൈം t അല്ലേ. ഡയമെൻഷൻ എഴുതുമ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് എഴുതുന്നത് നല്ലതാണ്. ഇനി സ്പീഡിന്റെ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? lt⁻⁻1. സ്പീഡ് ഓർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? lt⁻⁻1 ആണ്. ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്താണ്? lt⁻⁻2 ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? mlt⁻⁻2 ആണ്. അതേപോലെ തന്നെ വർക്ക് ഓർ എനർജിയുടെ ഡയമെൻഷൻ എന്താണ്? ml²t⁻⁻2 ആണ് അല്ലേ. അതേപോലെ തന്നെ മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്താണ്? മൊമെന്റത്തിന്റെ ഡയമെൻഷൻ mlt⁻⁻1 ആണ്. അപ്പൊ ഈ കുറച്ച് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. കാരണം പല പ്രോബ്ലംസും അല്ലെ പല ക്വസ്റ്റ്യൻസും ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്? l². അതേപോലെ തന്നെ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താണ്? l³. ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നാണ്. അപ്പോൾ m/l³ എന്നാണ്. ml⁻³ അപ്പോൾ ഇത്രയും ഡയമെൻഷൻസ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്ത് വെച്ചിരിക്കണം? പഠിച്ച് വെച്ചിരിക്കണം എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും നമ്മൾ 2ആയി ക്വാണ്ടിറ്റീസിനെ തിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോകുന്നത് നല്ലതാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, ഇങ്ങനെ 3ആയി തരം തിരിച്ച് പഠിക്കുന്നത് എളുപ്പമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കേൾക്കാമല്ലോ? യെസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണം ഉണ്ടെന്ന് നമുക്കറിയാം. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് 2 എണ്ണം ഉണ്ടെന്ന് അറിയാം. ബാക്കിയുള്ളതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് കൊണ്ടിട്ടാൽ മതി. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് മക്കളെ? ലെങ്ത്തിന്റെ യൂണിറ്റും കൂടെ പഠിച്ചോടാ, മീറ്റർ. SI യൂണിറ്റും കൂടെ പഠിച്ചോ, SI യൂണിറ്റ്. ലെങ്ത്തിന്റെ SI യൂണിറ്റും കൂടെ പഠിച്ചോ, മീറ്റർ. അതേപോലെ തന്നെ മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അടുത്തത് എന്താണ്? ടൈമിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. അതേപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ? കെൽവിൻ അല്ലെ. അതേപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ലൂമിനസ് ഇന്റൻസിറ്റി അതിന്റെ യൂണിറ്റ് എന്താണ്? കാൻഡില എന്ന് പറയും. CD എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിന്റെ യൂണിറ്റ് എന്താണ്? മോൾ. അപ്പൊ ഇത്തരത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്നും അതിന്റെ യൂണിറ്റുകൾ, SI യൂണിറ്റുകൾ ഏതാണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, 8ാം ക്ലാസ് ലെവലിലുള്ള ടോപ്പിക്കാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. 1 മാർക്കിന്റെ ക്വസ്റ്റിനകത്ത് കയറി വരാം.
സപ്ലിമെന്ററി ക്വാണ്ടിറ്റി. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. ദേ ആർ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യാത്ത ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് രണ്ടെണ്ണമേ ഉള്ളൂ മക്കളെ. പ്ലെയിൻ ആംഗിൾ എടാ അതിന്റെ യൂണിറ്റ് വരുന്നത് റേഡിയൻ. RAD എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കല്ലേ, RAD റാഡ് എന്നൊക്കെ വായിക്കാൻ വേണമെങ്കിൽ. പ്ലെയിൻ ആംഗിൾ. സോളിഡ് ആംഗിൾ സ്റ്റെറിഡിയൻ, STERADIAN സ്റ്റെറിഡിയൻ അല്ലെ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ, സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് സ്റ്റെറിഡിയൻ. അപ്പോൾ ഇതൊന്ന് നോക്കിക്കൊണ്ട് പോവുക. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ മക്കളെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റി, മറ്റു ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റി എല്ലാം, അതായത് ഇപ്പോൾ ഏരിയ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലെ, അതേപോലെ തന്നെ വോളിയം, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ഇതെല്ലാം ഏതാണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വരും. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, ഈ 3 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് പോവുക, പഠിച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? സ്റ്റെറിഡിയൻ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ. ബാക്കിയുള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ് എന്ത് ചെയ്തുകൊണ്ട് പോവുക, പഠിച്ചുകൊണ്ട് പോവുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡയമെൻഷൻ നേരത്തെ എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഇനി നമ്മൾ ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ടോപ്പിക് ഡയമെൻഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണെന്നാണ്. ഒന്നുമില്ല, ഇഫ് A is equal to B plus C, ഒരു ഇക്വേഷന് നമുക്ക് A is equal to B plus C എന്ന് എഴുതാമെങ്കിൽ ഡയമെൻഷൻ ഓഫ് A is equal to ഡയമെൻഷൻ ഓഫ് B is equal to ഡയമെൻഷൻ ഓഫ് C. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുന്നത്. അതായത് ഒരു ഇക്വേഷൻ A is equal to B plus എന്ന രീതിയിൽ ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ അതിനകത്ത് A, B, C ഇതിന്റെയൊക്കെ ഡയമെൻഷൻസ് എന്തായിരിക്കുമെന്ന്, ഈക്വൽ ആയിരിക്കുമെന്ന്. അല്ലെങ്കിൽ ദ ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇക്വേഷൻ ഷുഡ് ബി ഈക്വൽ. ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇത് പഠിക്കുന്നതിനോടൊപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്താണെന്ന് ആ ഡെഫിനിഷൻ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ടടാ. അതായത് ഒരേ ഡയമെൻഷൻസ് ഉള്ള, ഒരേ യൂണിറ്റുകളുള്ള ആളുകളെ തമ്മിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ്. ഉദാഹരണം, ഇപ്പൊ വെലോസിറ്റി ഇപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 2 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 3 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 5 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകാം. എന്നാൽ ഒരു കാരണവശാലും നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 5 കിലോഗ്രാം എന്ന് എഴുതാൻ പറ്റില്ല. ശരിയല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 5 കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് 5 കിലോഗ്രാം എന്ന് എഴുതാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താ? 5 കിലോഗ്രാം എന്ന് എഴുതുമ്പോൾ കിലോഗ്രാം മാസിന്റെ യൂണിറ്റ്, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുടെ യൂണിറ്റുമാണ്. അപ്പോൾ വെലോസിറ്റിയും മാസും തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വെലോസിറ്റിയും മാസും തമ്മിൽ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒരേ ഡയമെൻഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ എന്നുള്ളൊരു അർത്ഥവും കൂടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, നമ്മൾ റിവിഷൻ ക്ലാസ് ആണ്, ഇംപ്രൂവ്മെന്റ് ക്ലാസ് ആണ്, നമ്മൾ ലാസ്റ്റ് ഡേ ആണ്, നാളെ എക്സാം ആണ്. അപ്പോൾ ഇച്ചിരി സ്പീഡിലായിരിക്കും പറഞ്ഞു പോകുക, എല്ലാ ടോപ്പിക്സും കവർ ചെയ്യേണ്ടതുണ്ട്. സോ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ആവശ്യമുള്ളതൊക്കെ നോട്ട് ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ ഇഫ് A is equal to B plus C, ഡയമെൻഷൻ ഓഫ് A is equal to ഡയമെൻഷൻ ഓഫ് B is equal to ഡയമെൻഷൻ ഓഫ് C, അല്ലെങ്കിൽ ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഈക്വൽ ആണെന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി. അപ്പോൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. അതെന്താണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. ആദ്യത്തെ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദിസ് ഇക്വേഷൻ. ഉദാഹരണം, V is equal to U plus 80. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. V is equal to U plus 80. എടാ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ ഇക്വേഷനിലെ എല്ലാ ടേംസും നമുക്ക് അറിയാവുന്നതാണോ എന്ന് ആദ്യം നോക്കണം. നോക്കിക്കേ, വെലോസിറ്റി നമുക്കറിയാം. വെലോസിറ്റി V, U ഇനിഷ്യൽ വെലോസിറ്റി, A ആക്സലറേഷൻ, T ടൈം. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് എല്ലാ ടേംസും നമുക്ക് അറിയാമാണ്. V വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതണം, കാണാതെ പഠിച്ചു വെക്കണം. LT⁻⁻1. U വില എന്താണ്? വെലോസിറ്റി ആണ്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. AT. ഇപ്പോൾ പലർക്കും ഡൗട്ട് വരുന്നത് A ഒറ്റയ്ക്ക് എടുക്കണോ, AT ഒരുമിച്ചെടുക്കണോ? AT ഒരുമിച്ചെടുക്കണം. കാരണം എന്താ? എയും ടിയും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം. A into T, എയും ടിയും എന്ത് ചെയ്ത് വെച്ചിരിക്കണം മക്കളെ? മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ ഒറ്റയടിക്ക് എടുക്കണം, ഒരേപോലെ എടുക്കണം. കാരണം അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ V ഒറ്റയ്ക്ക് എടുത്തു, U ഒറ്റയ്ക്ക് എടുത്തു, അങ്ങനെയല്ല. എയും ടിയും മൾട്ടിപ്ലൈ ചെയ്യുകയോ എയും ടിയും ഡിവൈഡ് ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ ഒരുമിച്ചെടുക്കണം. എന്നിട്ട് വേണം അതിന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. AT എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. AT എന്താണ്?
A acceleration dimension എന്തുവാ LT raised to -2 into T എന്താണ് ടൈമിന്റെ ഡയമെൻഷൻ T എന്ന് എഴുതിയാൽ മണ്ടയ്ക്ക് മണ്ണുണ്ട്. അപ്പോൾ L into T raised to -2 + 1 അല്ലേ, അതായത് A raised to M into A raised to N അല്ലേ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് L T raised to -2 + 1 -2 + 1 എന്താണ് -1. അപ്പോൾ LT raised to -1 നോക്കിക്കേ, V കിട്ടി, U കിട്ടി, AT കിട്ടി, മൂന്നും എങ്ങനെയാണ് കിട്ടിയത് സെയിം. അതായത് ഡയമെൻഷൻ ഓഫ് V is equal to dimension of U is equal to dimension of AT. Therefore this equation is dimensionally correct എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ ഫുൾ ആൻസർ ആയി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ എന്താണോ എന്ന് ചെക്ക് ചെയ്യുന്നത് മക്കളെ, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഒരു ഇക്വേഷനും കൂടെ ചെയ്ത് കാണിച്ചു തരാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് കാണിച്ചു തരാം. V square is equal to U square plus 2as നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് V U A S എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. V എന്താണ് മക്കളെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്, വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT raised to -1. അതിന്റെ എന്തും എടുത്തേക്കുന്നത് സ്ക്വയർ, അപ്പോൾ ഹോൾ സ്ക്വയർ കൊടുക്കണം. അപ്പോൾ L square T raised to -1 into 2 -2. അപ്പോൾ നമുക്ക് കിട്ടി L square T raised to -2 കിട്ടി, സ്ക്വയർ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ U square U എന്ത് തന്നെയാണ്, യും വെലോസിറ്റി തന്നെയാണ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്തുവാ LT raised to -1 the whole square L square T raised to -2. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ കിട്ടി. ഇനി അടുത്ത ആരാ ഉള്ളത്, 2as എന്ന് വെച്ചാൽ എന്താ, 2as എന്താണ്, S എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടു എന്ന് പറഞ്ഞ നമ്പറാണ്, നമ്പറിന്റെ ഡയമെൻഷൻ ഇല്ല. പിന്നെ ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്തുവാ LT raised to -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ എന്തുവാ L ഇൻറ്റു L എന്തുവാ L square T raised to -2. നോക്കിക്കേ, V സ്ക്വയറിന്റെയും U സ്ക്വയറിന്റെയും 2as ഡയമെൻഷൻ ഒന്നാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡയമെൻഷൻ ഓഫ് V square is equal to dimension of U square is equal to dimension of 2as. Therefore this equation is dimensionally correct എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം മക്കളെ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡയമെൻഷൻ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ഒറ്റയടിക്ക് നമുക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം. E is equal to MC. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. എടാ, E എന്താണ്, എനർജിയാണ്. M എന്താണ്, മാസ് ആണ്. C എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് കേട്ടോ. C എന്ന് വെച്ചാൽ എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് എടുക്കണ്ടേ, എനർജിയുടെ ഡയമെൻഷൻ എടുക്കണം. എനർജിയുടെ ഡയമെൻഷൻ എന്തുവാ മക്കളെ, ML square T raised to -2. കാണാൻ പഠിച്ചു വെക്കുന്ന കുട്ടിക്ക് അത് എഴുതാൻ പറ്റത്തുള്ളൂ. ML square T raised to -2. MC ഒരുമിച്ചെടുക്കണോ ഒറ്റയ്ക്ക് എടുക്കണോ, ഒരുമിച്ചെടുക്കണം. എന്താ സാർ മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, MC മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന സാധനങ്ങൾ ഒരുമിച്ചെടുക്കണം. അപ്പോൾ MC ഒരുമിച്ചെടുത്തേ. M എന്തുവാ, മാസ്. C എന്തുവാ, വെലോസിറ്റി ഓഫ് ലൈറ്റ് LT raised to -1 അല്ലേ. C എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ വെലോസിറ്റി തന്നെയാണ് LT raised to -1. രണ്ടും ഒന്നാണോ കിട്ടിയത്, അല്ല. ഡയമെൻഷൻ ഓഫ് E is not equal to ഡയമെൻഷൻ ഓഫ് MC. അപ്പൊ എല്ലായ്പ്പോഴും ഒരേപോലെ എന്താ ഡയമെൻഷൻ ഈക്വൽ തരണമെന്നില്ല, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ തരണമെന്ന് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് ഡയമെൻഷണലി കറക്റ്റ്. E is equal to MC നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാം. E is equal to MC അല്ലല്ലോ സാർ, E is equal to MC സ്ക്വയർ ആണ്. ഐൻസ്റ്റീന്റെ ഫേമസ് റിലേറ്റിവിറ്റി തിയറി അനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് E is equal to MC സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഈ വർഷം +2 നിങ്ങൾ എന്താണ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. എന്തായാലും കുഴപ്പമില്ല, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്തല്ല, ഡയമെൻഷണലി കറക്റ്റ് അല്ല എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്താണ്, ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ. ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തെടുക്കാൻ, ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ നമുക്ക് പറയാം ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ക്വസ്റ്റ്യൻ ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ഇങ്ങനെ തരും, ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ലെങ്ത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ്. ഞാൻ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് എഴുതുന്നില്ല. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് ഇന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക, ഡിറൈവ് ചെയ്തെടുക്കുക, ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ ലെറ്റർ അങ്ങോട്ട് എഴുതാം. എന്താ കണ്ടുപിടിക്കേണ്ടത്, ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ T അത് എഴുതിയ ഉടനെ നിങ്ങൾ പ്രൊപ്പോർഷണൽ സൈൻ ഇട്ടേക്കണം. കാരണം അതെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് എഴുതാൻ പോവാണ് അല്ലേ. അപ്പൊ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം അങ്ങോട്ട് എഴുതി, അത് എഴുതിയ ഉടനെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നോ ആ പ്രൊപ്പോർഷണൽ സൈൻ അങ്ങോട്ട് ഇട്ടേക്കണം. എന്നിട്ട് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മാസിനെ, ലെങ്തിനെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ. ഇത് ക്വസ്റ്റ്യനിൽ തരും എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. MLG എന്നൊക്കെ ഒന്നും പറഞ്ഞല്ല തരുന്നത്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി ബോബ്, ലെങ്ത് ഓഫ് ദി പെൻഡുലം, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് തന്നാൽ നിങ്ങൾ ആ അക്ഷരങ്ങൾ പിറക്കി അങ്ങോട്ട് എഴുതി വെക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. എന്താണോ
ചോദിച്ചിരിക്കുന്ന ആ അക്ഷരം എഴുതുക, എന്തിനെയൊക്കെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതും എഴുതുക. അപ്പൊ ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു MLG. അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറി ഈക്വൽ സൈൻ ആകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു K. അപ്പൊ എന്തായി, പ്രൊപ്പോർഷണൽ സൈൻ മാറി ഈക്വൽ സൈൻ ആയി. ഇനി എമ്മിന്റെ മുകളിൽ പവർ ഇട്ട് കൊടുക്കണം A, എല്ലിന്റെ മുകളിൽ പവർ ഇട്ട് കൊടുക്കണം B, ജിയുടെ മുകളിൽ പവർ ഇട്ട് കൊടുക്കണം C. ഇക്വേഷൻ നമ്പർ 1 കണ്ടോ. അപ്പോ MLG ഇവരുടെ എല്ലാം മുകളിൽ പവറുകൾ ഇട്ട് കൊടുത്തു, ABC, എന്നിട്ട് കൊടുത്തു ഇക്വേഷൻ നമ്പർ 1. അത്രേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നത് ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കാൻ പോവാ മക്കളെ, ഡയമെൻഷൻസ് എടുക്കാൻ പോവാ. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് എടുക്കാൻ പോവാ. ടി എന്ന് വെച്ചാൽ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആണ്. അതിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്, ടി തന്നെയാണ് അല്ലെ. ടി എന്ന് പറഞ്ഞാൽ ആരടാ, എടാ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ആണ്. ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ടൈം എന്നാണ്. ടൈമിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്, ടി തന്നെയാണ്. ടി എഴുതിയാൽ മണ്ടയ്ക്ക് ഒരു 1 ഉണ്ട്, ശ്രദ്ധിക്കുക. ഈ ടി എഴുതിയ ഉടനെ നിങ്ങൾ നോക്കുമ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്നത് MLT എന്നുള്ള രീതിയിലാണ് അല്ലെ, അങ്ങനെയാണ് പഠിക്കുന്നത് ഡയമെൻഷൻസ് എല്ലാം. എന്നാൽ ഇവിടെ എമ്മും ഇല്ല എല്ലും ഇല്ല. ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. എം എഴുതി മണ്ടയ്ക്ക് ഒരു 0 കൊടുക്കുക, എൽ എഴുതി മണ്ടയ്ക്ക് ഒരു 0 കൊടുക്കുക. അപ്പൊ എന്തുവാ, M⁻⁴, L⁻⁴, T⁻⁴, M⁻⁴, L⁻⁴, T⁻⁴. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ടി മാത്രമേ അവിടെ ഉള്ളൂ, എമ്മും എല്ലും ഇല്ല. ഇല്ലാത്തടുത്ത് നമ്മൾ എന്ത് ചെയ്തു, പവറായിട്ട് എന്ത് ചെയ്തു, 0 ഇട്ട് കൊടുത്തു. പവറായിട്ട് 0 കൊടുത്തു. അതിന്റെ വാല്യൂ ക്വാണ്ടിറ്റി റേസ് ടു 0 എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ എത്രയാണ് മക്കളെ, 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി റൈറ്റ് സൈഡിൽ K എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. എം എന്താണ്, മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M the whole raised to A. L എന്താണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L the whole raised to B. G എന്താണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ ഡയമെൻഷൻ LT⁻⁻2 the whole raised to C. കണ്ടോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇതേപോലെ എടുത്ത് താഴോട്ട് എഴുതുന്നു. M⁻⁴, L⁻⁴, T⁻⁴ is equal to M⁻A, L⁻B, പിന്നെ L-ന്റെ സ്ക്വയർ എന്തുവാ, L², T⁻⁻2C. L-ന്റെ സ്ക്വയർ അല്ല, L⁻C അല്ലേ. ഈ പവർ രണ്ടുപേർക്കും അവകാശപ്പെട്ടതാ. അപ്പൊ L⁻C, T⁻⁻2C അല്ലേ. അടുത്ത വീണ്ടും M⁻⁴, L⁻⁴, T⁻⁴ is equal to M⁻A. എത്ര L ഉണ്ടടാ, 2 L ഉണ്ട്. അപ്പൊ A⁻M × A⁻n ഉപയോഗിക്കണ്ടേ. അപ്പൊ L⁻B + C, പവറുകൾ തമ്മിൽ കൂട്ടി വെക്കണം. പിന്നെന്തുവാ, T⁻⁻2C. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേറ്റിംഗ് പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലെയും എന്ത് ചെയ്യുന്നു, പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റിംഗ് പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇക്വേറ്റിംഗ് പവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലെയും പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. ഒന്നുമില്ലടാ, വളരെ സിമ്പിൾ പരിപാടി. പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ദാണ്ടെ ഇവിടെ എമ്മിന്റെ മുകളിൽ ആരാ കിടക്കുന്നത്, A. അപ്പൊ A is equal to ഇവിടെ എമ്മിന്റെ മുകളിൽ ആരാ കിടക്കുന്നത്, 0. കണ്ടോ, അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. എമ്മിന്റെ മുകളിൽ കിടക്കുന്നവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അടുത്ത എല്ലിന്റെ മുകളിൽ ആരാടാ കിടക്കുന്നത്, B+C. ഇവിടെ എല്ലിന്റെ മുകളിൽ ആരാ കിടക്കുന്നത്, 0. മുകളിൽ മീൻസ് പവർ ആയിട്ട് കിടക്കുന്നത്, അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഇവിടെ ടിയുടെ മുകളിൽ ആരാ കിടക്കുന്നത്, -2C is equal to ഇവിടെ ടിയുടെ മുകളിൽ ആരാ കിടക്കുന്നത്, 1. -2C is equal to കാണാമല്ലോ. -2C is equal to 1. അപ്പൊ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അവിടുന്ന് C is equal to 1/2. മൈനസ് എടുത്ത് അപ്പുറത്തിട്ട് കൊടുക്കുക. അപ്പൊ C കിട്ടി -1/2. കണ്ടോ, A കിട്ടി, C കിട്ടി. അപ്പൊ B കണ്ടുപിടിക്കാൻ അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. B+C is equal to 0 അല്ലേ, കാണാമോ. B+C is equal to 0. അപ്പൊ B സിക്ക് പകരം എന്തിട്ട് കൊടുത്തു, -1/2 is equal to 0. അവിടുന്ന് B is equal to -1/2 അപ്പുറത്തോട്ട് പോയാൽ എന്താകും, +1/2. -1/2 അപ്പുറത്തോട്ട് പോയാൽ എന്തായി, +1/2. അപ്പൊ B is equal to 1/2 കിട്ടി. A കിട്ടി, B കിട്ടി, C കിട്ടി. A കിട്ടി, B കിട്ടി, C കിട്ടി. കണ്ടോ, അപ്പൊ പവറുകളെല്ലാം കിട്ടി. ഇത് കൊണ്ടുപോയി ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകടാ. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു, T is equal to K into ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു, K into M⁻A, L⁻B, G⁻C. അതല്ലായിരുന്നു ഇക്വേഷൻ നമ്പർ 1 അല്ലേ. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു, T is equal to K into M⁻A, L⁻B, G⁻C. M⁻A, L⁻B, G⁻C. അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T is equal to K into M⁻A. എക്ക് നമുക്ക് എത്ര കിട്ടിയ നോക്കിക്കേ, കണ്ണു തുറന്ന് നോക്കിക്കേ. എക്ക് എത്ര കിട്ടിയ, 0. അപ്പൊ M⁻0. L⁻B, B എത്ര കിട്ടിയ, B എത്ര കിട്ടിയ, 1/2. അപ്പൊ L⁻1/2. G⁻C, C എത്ര കിട്ടിയ, C എത്ര കിട്ടിയ മക്കളെ, C എത്ര കിട്ടിയാടാ, -1/2. അപ്പൊ ഇട്ട് കൊടുക്കുക -1/2. കണ്ടോ, അപ്പൊ T is equal to K into M⁻0. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞേ ഉള്ളൂ, എ ക്വാണ്ടിറ്റി റേസ് ടു 0 എത്രയാണ്, 1. അപ്പൊ M⁻0 എത്രയാണ്, 1. അപ്പൊ അത് 1 ആയി പോയി. പിന്നെ L⁻². L⁻²നെ എനിക്ക് എങ്ങനെ എഴുതാം, √L. എ ക്വാണ്ടിറ്റി റേസ് ടു ഹാഫിനെ എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ, ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം. എ ക്വാണ്ടിറ്റി റേസ് ടു ഹാഫിനെ എനിക്ക് എങ്ങനെ എഴുതാം, √L. അപ്പൊ L⁻²നെ എനിക്ക് എങ്ങനെ എഴുതാം, A⁻² ആണെങ്കിൽ √A, A⁻² ആണെങ്കിൽ √A, L⁻² ആണെങ്കിൽ √L. കണ്ടോ,
അപ്പോൾ g⁻⁻½ ആണ്. അത് താഴെ വരുമ്പോൾ g⁻⁻ എന്താകും, ഹാഫ് ആകും. അതിനും കൂടെ റൂട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആയി റൂട്ട് ഓഫ്, ഒറ്റ റൂട്ടിനകത്ത് ഇടാം, റൂട്ട് ഓഫ് L/G t is equal to k into root of L/G. ഇതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിറൈവ് ചെയ്യുന്ന രീതി. ഇത്തരത്തിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഇത് ചോദിക്കാം. അപ്പോൾ അതും നമ്മുടെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് മക്കളെ, എന്തുവാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്തുവാണ് ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? നോക്കിക്കേ, നമ്മളിപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ തരുന്നു, അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് പറയുന്നു. നോക്കിക്കേ, കുറേ എക്സാമ്പിളുകൾ ഞാൻ എഴുതാം. യെസ്, മതി. ഓക്കെ, അപ്പോൾ ഇത്ര എക്സാമ്പിളുകൾ എഴുതി. ഇവിടെ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, NSF നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് പറഞ്ഞ് 12345. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഒന്നുമില്ല. 1, 2, 3, 4, 5. നോൺ സീറോ, അതായത് സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റും അല്ലേ, എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട്, എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 5 സിഗ്നിഫിക്കന്റ് ഫിഗർ. അടുത്തത്, ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഇവിടെ സീറോ വന്നിട്ടുണ്ടോ? സീറോ വന്നിട്ടുണ്ടോ? സീറോ വന്നിട്ടുണ്ട്. പക്ഷെ സീറോ വന്നിട്ടുണ്ടെങ്കിലും അവരെവിടെയാണ് വന്നിരിക്കുന്നത്? 2 നോൺ സീറോയ്ക്ക് ഇടയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. സീറോ വന്നിട്ടുണ്ടെങ്കിലും അവരെവിടെയാണ് വന്നിരിക്കുന്നത്? 2 നോൺ സീറോ, സീറോ അല്ലാത്ത നമ്പറുകളുടെ ഇടയിൽ വന്നിരിക്കുന്നു. സോ അതുകൊണ്ട് അതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. എവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. കണ്ടോ? അടുത്ത് നോക്കിക്കേ, 12,000 എന്ന് എഴുതി വെച്ചേക്കുന്നു. 1, 2, 3, 4, 5. 5 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടോ? ഇല്ല. കാരണം ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. കാരണം എന്താ? ഒരു നോൺ സീറോ എന്ന് പറയുന്ന ഡിജിറ്റിന്റെ ലാസ്റ്റ് വരുന്ന സീറോസ് ഒന്നും എന്തല്ല മക്കളെ, സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ എത്രണ്ണേ ഉള്ളൂ? 2 ഉള്ളൂ. എത്രയേ ഉള്ളൂടാ? 2 ഉള്ളൂ. എന്നാൽ ഒരു ക്വസ്റ്റിനും കൂടെ നോക്കിക്കേ, ഇപ്പൊ 2.000 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? അവിടെ ഉറപ്പായിട്ടും ആ ലാസ്റ്റ് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ഒരു പോയിന്റിന് ശേഷം വന്നിരിക്കുന്ന സീറോസ് ആണ്. സോ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 60 × 10⁻18 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ആർക്ക് പറയാം? 60 × 10⁻18 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ. കാരണം 6 എന്ന് പറയുന്ന നമ്പർ മാത്രമേ ഉള്ളൂ. ഈ സീറോ സിഗ്നിഫിക്കന്റ് അല്ല. 10ന്റെ പവർ ഒന്നും എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. ലാസ്റ്റ് വന്ന സീറോ സിഗ്നിഫിക്കന്റ് അല്ല. 10ന്റെ പവർ ഒന്നും സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. 0.0010 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ആർക്ക് പറയാം? 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. കാരണം ഈ 1ഉം ഈ സീറോയും, ലാസ്റ്റ് വന്ന സീറോയും അതിന് മുന്നേ കിടക്കുന്ന 1ഉം സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ഇവിടെ പോയിന്റിന് ശേഷം വരുന്ന ലാസ്റ്റ് സീറോ ആണ്. അപ്പോൾ ചോദിക്കും, ഈ പോയിന്റിന് ശേഷം വന്നിരിക്കുന്ന ഈ സീറോയും സിഗ്നിഫിക്കന്റ് അല്ല. കാരണം എന്താ? അത് 1നേക്കാൾ ചെറിയ നമ്പറാണ്. 0.0010 എന്ന് എഴുതിയാൽ ദിസ് നമ്പർ ഈസ് സ്മോളർ ദാൻ 1. 1 എന്ന് പറയുന്ന നമ്പറിനേക്കാൾ ചെറിയ നമ്പറാണ്. സോ പോയിന്റിന് ശേഷം വരുന്ന ഈ സീറോസ്, നോൺ സീറോയ്ക്ക് മുന്നേ വരുന്ന ഈ സീറോസ് എന്തല്ല? സിഗ്നിഫിക്കന്റ് അല്ല. എന്നാൽ ലാസ്റ്റ് വരുന്ന സീറോ എന്താണ്? സിഗ്നിഫിക്കന്റ് ആണ് താനും. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ നോക്കി, അടുത്ത എക്സാമ്പിൾ നോക്കി, 2.0010 അവിടെ ഏതൊക്കെ സിഗ്നിഫിക്കന്റ് ആണ്? 2 സിഗ്നിഫിക്കന്റ് ആണ്, 0 സിഗ്നിഫിക്കന്റ് ആണ്, 0 സിഗ്നിഫിക്കന്റ് ആണ്, 1 സിഗ്നിഫിക്കന്റ് ആണ്, ലാസ്റ്റ് വന്ന സീറോയും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. കാരണം എന്താ? ഇവിടെ 2 എന്ന് പറയുന്ന നമ്പറാണ്. 2 എന്ന് പറയുന്ന നമ്പർ ഇവിടുത്തെ കാര്യം പോലെയല്ല. 2 എന്ന് പറയുന്ന നമ്പർ 1നേക്കാൾ വലിയ നമ്പറാണ്. സോ ആ ഡിജിറ്റ് എല്ലാം എന്താണ്? നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടണം. സോ എത്രയാണ്? 5 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പഠിക്കേണ്ടത്. അല്ലാതെ ആ റൂൾസ് ഇരുന്ന് കാണാൻ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഓർത്ത് വെച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് അങ്ങനെയുള്ള കുറച്ച് ചെറിയ പോർഷൻസും കൂടെ ഒക്കെ ഉണ്ട്. 1 ആങ്സ്ട്രോം എത്രയാണെന്നുള്ള കാര്യം, ഇങ്ങനെയുള്ള 1 മൈക്രോ എത്രയാണ്, 1 നാനോ എത്രയാണ്, 1 നാനോമീറ്റർ എത്രയാണ്, 1 മൈക്രോമീറ്റർ എത്രയാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ ചാപ്റ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നോക്കിയേ മക്കളെ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ 1 ഡയമെൻഷണൽ മോഷൻ. 1D 2D 3D അതെന്താണ്? എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. 1 ഡയമെൻഷൻ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷൻ. 2D എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിലൂടെയുള്ള മോഷൻ. 3D എന്ന് വെച്ചാൽ സ്പേസിലൂടെയുള്ള മോഷൻ. ഓക്കെ, ഒരു ബട്ടർഫ്ലൈ കറങ്ങിപ്പോകുന്നു, അതെവിടെയാണ്? സ്പേസിലൂടെയുള്ള മോഷനാണ്. എന്നാൽ ഒരു കാർ റോഡിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു നമ്മുടെ എന്താ പറയുക, ഒരു എർത്ത് ചുറ്റും, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, അതെന്ത് മോഷൻ? അത് 2 ഡയമെൻഷൻ ആണ്, സ്പേസ് അല്ല. അത് 2 ഡയമെൻഷണൽ മോഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ ഒരു റെയിൽവേ പാളത്തിലൂടെ, സ്ട്രെയിറ്റ് റെയിൽവേ പാളത്തിലൂടെ ഒരു ട്രെയിൻ പോകുന്നു, അതെന്താണ്? 1 ഡയമെൻഷണൽ മോഷൻ ആണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇതിനകത്ത് ബേസിക് ടേംസ് എന്തൊക്കെയാണ്? എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് സ്പീഡ്, എന്താണ് വെലോസിറ്റി, എന്താണ് ആക്സലറേഷൻ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി ആക്ച്വൽ പാത്ത്
ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് അല്ലെ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത് ആണ്. അപ്പൊ ഡയമെൻഷൻ പഠിപ്പിച്ചപ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ റേഡിയസ്, ഹൈറ്റ്, ഡെപ്ത്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഇതെല്ലാം മക്കളെ ഡയമെൻഷൻ എന്താണ്? എല്ല് തന്നെയാണ്. ഇതെല്ലാം ലെങ്ത് ആണ്, പല പല ദൂരങ്ങളാണ് അല്ലെ, പല പല ഡിസ്റ്റൻസുകളാണ്, പല പല നീളങ്ങളാണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും, റേഡിയസ് എന്ന് പറഞ്ഞാലും, ലെങ്ത് എന്ന് പറഞ്ഞാലും, ഹൈറ്റ് എന്ന് പറഞ്ഞാലും, ഡെപ്ത് എന്ന് പറഞ്ഞാലും എല്ലാം ലെങ്ത് ആണ്. അപ്പൊ ഡയമെൻഷൻ എന്ത് തന്നെ വരും? എല്ല് തന്നെ വരും എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്, ഓക്കെ അല്ലേ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ അതിന്റെ യൂണിറ്റ് അല്ലെ, അത് എന്താണെന്ന് ആദ്യം പറയണം. എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ബോഡി ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെയൊക്കെ പോകാം, ഇങ്ങനെയും പോകാം. അതിലേതാണ് ഡിസ്റ്റൻസ്? ഇതെല്ലാം ഡിസ്റ്റൻസാണ്. ഇങ്ങനെ പോയതെല്ലാം ദൂരങ്ങളാണ്. എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും മീറ്റർ തന്നെയാണ്. അതിന്റെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത് എല്ല് തന്നെയാണ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓർത്ത് വെച്ചിരിക്കണം. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഒരു ബോഡി ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. റേഡിയസ് ആർ ആണ്. ഇത് സർക്കിൾ ആണെന്ന് വിചാരിച്ചോളാം. ഒരു ബോഡി ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ആ സർക്കിളിന്റെ റേഡിയസ് ആർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര? കാണാമോ? കാണാൻ വയ്യ. യെസ്, ഇവിടെ വരിക. ഒരു ബോഡി ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നു. ആ സർക്കിളിന്റെ റേഡിയസ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്: ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എത്ര ഡിസ്റ്റൻസ്? ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ 2πr ആ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എത്ര? വട്ടപൂജ്യം. കാരണം എന്താ? തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വരുന്നു. തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഞാൻ എയിൽ നിന്നും ബിയിലോട്ട് പോയി, ബിയിൽ നിന്നും തിരിച്ച് എയിലോട്ട് വന്നു. എന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ. അതെപ്പോഴും ഓർത്ത് വെക്കണം. തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ. സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ഡിസ്റ്റൻസ് ബൈ ടൈം. എല്ലാവർക്കും അറിയാം. സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഈസ് എന്ത് ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്പീഡ് ഈസ് എന്ത് ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്താണ് വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? അതും മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് അല്ല, സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പക്ഷെ സ്പീഡ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ. ഇനി അതേപോലെ തന്നെ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം അല്ലെ. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അറിയാലോ. എ ഇസ് ഈക്വൽ ടു എന്താണ്? വി മൈനസ് യു ബൈ ടി. എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ആക്സലറേഷൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ സെക്ഷനുകളാണ്. യെസ്. അപ്പൊ അത്രയും ബേസിക് ടൈം ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ മക്കളെ ഇതിനകത്ത് കുറച്ച് ഇതുണ്ടടാ. യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സലറേഷൻ എന്നൊക്കെ ചോദിച്ചാൽ യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സലറേഷൻ, അതേപോലെ തന്നെ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് ആക്സലറേഷൻ, അതേപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ഓക്കെ. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആടാ. എന്താടാ സ്പീഡിന്റെ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം. യൂണിഫോം സ്പീഡ് എന്തുവാ? ഈക്വൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു ഈക്വൽ ചേർത്താൽ മതി. അപ്പൊ യൂണിഫോം വെലോസിറ്റി എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താ യൂണിഫോം വെലോസിറ്റി? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഈക്വൽ ടൈം. യൂണിഫോം ആക്സലറേഷനോ? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി
ബൈ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. കണ്ടോ? അപ്പോൾ ഈ യൂണിഫോം എന്ന് വെച്ചാൽ യൂണിഫോം മോഷൻ, ഒരേപോലെയുള്ള മോഷൻ അല്ലേ? ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് കൊണ്ടുപോകുന്ന മോഷൻ. അപ്പോൾ അതിനകത്ത് ഈക്വൽ എന്ന് ചേർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെഫിനിഷൻ ചോദിച്ചാൽ എഴുതാം. ഡെഫിനിഷൻ ചോദിക്കത്തൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ചോദിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഈക്വൽ എന്ന് ചേർത്താൽ അതൊക്കെ എന്തായി? യൂണിഫോം ആയി. അപ്പോൾ ആവറേജ് നിങ്ങൾ പറയടാ. ആവറേജിന് എന്ത് പറയണം നിങ്ങൾ? ആവറേജ് സ്പീഡിന് നിങ്ങൾ എന്ത് പറയണം? അവിടെ ടോട്ടൽ ചേർക്കണം. അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റിയോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് ആക്സലറേഷനോ ടോട്ടൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ചേഞ്ച്, ഇതൊക്കെ നിങ്ങൾ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഇതിനെ എടുക്കാവുള്ളൂ. ഒരു എന്താ പറയുക, ലെക്ചർ നോട്ട് പോലെ പെട്ടെന്ന് ആവശ്യമുള്ളതൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ മൊത്തം ഇരുന്ന് പഠിപ്പിക്കാനായിട്ട് സമയം നമുക്ക് വളരെ കുറവാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓൾറെഡി നിങ്ങൾ പല ക്ലാസ്സുകളും കേട്ട് പല നോട്ട്സും ഒക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ്, ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓഫ് ഇൻസ്റ്റന്റ്. എന്താടാ? അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓഫ് ഇൻസ്റ്റന്റ്. ഒരു പർട്ടിക്കുലർ ടൈം ഓഫ് ഇൻസ്റ്റന്റിലുള്ള സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. അല്ല, ഇപ്പോൾ ഒരു കുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ആ ബസ്സിന്റെ സ്പീഡോമീറ്ററിലേക്ക് ആ കുട്ടി നോക്കുന്നു. ആ കുട്ടി കണ്ട സ്പീഡ് എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത്? എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്? എന്ത് വേണമെങ്കിലും ആകാം. എന്തായാലും നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്താണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യാനായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രാഫുകളുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ്, അതുപോലെ തന്നെ പൊസിഷൻ ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, അതൊക്കെ ഒന്ന് നോക്കുക. എന്തായാലും പൊസിഷൻ ടൈം ഗ്രാഫിന്റെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്താണ്? സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് എന്താണ്? വെലോസിറ്റി. യെസ്, വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വെലോസിറ്റി കിട്ടും. എടാ, ഇപ്പൊ ഇതൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. അതല്ലേ, ഇതിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഇവിടെയും x1, ഫൈനൽ പൊസിഷൻ ഇവിടെയായിട്ട് ഞാൻ എടുക്കുന്നു x2. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുക്കാനായിട്ട്, ഇതിപ്പോൾ തീറ്റ ആംഗിൾ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുക്കുന്നു. സ്ലോപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ t ടൈം കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് സഞ്ചരിച്ചെങ്കിൽ സ്ലോപ്പ് എടുക്കുന്നത് എങ്ങനെയാണ്? സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ അപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് മൊത്തത്തിൽ ഒരു ആംഗിൾ തീറ്റ എന്ന് കൊടുത്തേക്കാം. ഓക്കെ, എളുപ്പം ശരിയാക്കി തരാം. ഇപ്പം ശരിയാക്കി തരാം. ഇതാണ്ടേ ഇനിഷ്യൽ പൊസിഷൻ x1, ഫൈനൽ പൊസിഷൻ x2. അതെ, ഇതാണ് ഫൈനൽ പൊസിഷൻ, ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം. അപ്പോൾ ഈ നീളം എത്ര? x2 മൈനസ് x1 അല്ലേ? ഇത്രയും നീളം എത്രയാണ്? x2 മൈനസ് x1. ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എടുക്കാൻ ആ ഗ്രാഫിന്റെ ടാൻ വാല്യൂ എടുത്താൽ മതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആയത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഏതാ? t അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ x2 മൈനസ് x1 ബൈ t. x2 മൈനസ് x1 എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് ബൈ ടി. ടി എന്ന് വെച്ചാൽ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടൈമോ ഡെൽറ്റ ടിയോ ടിയോ കൊടുക്കാം. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? എക്സ് എന്ന് വെച്ചാൽ പൊസിഷൻ മീൻസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ചേഞ്ച് ഇൻ പൊസിഷനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതേ ബൈ ടൈം എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി. കണ്ടോ? അപ്പോൾ ഒരു എന്ത് ഗ്രാഫിന്റെ പഠിച്ചു വെക്കേണ്ട പോയിന്റ് അതാണ്. ഒരു എന്ത് ഗ്രാഫിന്റെ, ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? ഇതിപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇത് തീറ്റ, ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി v, ഈ നീളം v മൈനസ് യു. ഓക്കെ, ഈ നീളം t. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ലോപ്പ് എടുക്ക് എന്തെടുക്ക്? ടാൻ തീറ്റ എടുക്ക്. ഓപ്പോസിറ്റ് സൈഡ് ഏതാ? v മൈനസ് യു ബൈ അഡ്ജസന്റ് സൈഡ് t. എന്ത് ഈ v മൈനസ് യു ബൈ t? ആക്സലറേഷൻ. this one very important. അപ്പോൾ എന്താണ്? സ്ലോപ്പ് of velocity time graph gives what? Acceleration. Slope of velocity time graph gives what? Acceleration. പഠിച്ചു വെച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട്. യെസ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ ആണെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി, ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്.
ഇതിന്റെ താഴെയുള്ളതുണ്ട് ഇത്രയും ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇത്രയും ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. ഇതിന്റെ ഏരിയ എടുക്കുക. ഈ ഏരിയ ഇത് എന്താ, എ ബി സി ഡി എന്ന് പറയുന്ന രൂപം എന്ത് രൂപ, റെക്റ്റാങ്കിൾ ആവല്ലേ. റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് വി ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് ടി ആയിട്ട് എടുക്കാം. സോറി, ലെങ്ത് എന്തായിട്ട് എടുക്കാം, വി. ഒരു വശം വി അല്ലേ, ഒരു വശം എന്താണ്, ഈ വശം വി ആയിട്ടും ഈ വശം എന്തായിട്ടും ടി ആയിട്ടും എടുക്കാം. അപ്പൊ വി ഇൻറ്റു ടി. എന്താണ് വി ഇൻറ്റു ടി, ഡിസ്പ്ലേസ്മെന്റ്. വി ഇൻറ്റു ടി എന്തുവാ, ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ്, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് വാട്ട്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഡെറിവേഷൻ. ഇതാണ്ട് നോക്കിക്കേ, നമ്മൾ ആദ്യം ആ ഗ്രാഫ് വരയ്ക്കുന്നു. ഒരു ഗ്രാഫ് മതി, 3 ഡെറിവേഷനും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേട്ടോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോക്കി, ഇതാണ് ഒരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. എന്തൊരു മോഷൻ ആണ്, യൂണിഫോംലി അല്ലെ. വെലോസിറ്റി ഇങ്ങനെ കൂടി പോകും, ഒരേപോലെ കൂടി പോകും. അപ്പൊ ആക്സലറേഷൻ ഉണ്ട്. എങ്ങനത്തെ ആക്സലറേഷൻ, യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. കണ്ടോ, യോജിപ്പിച്ചു. ഈ ആംഗിൾ തീറ്റ. ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി ആണ് വി. അതാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി വി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നീളം വി മൈനസ് യു, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇവിടം തൊട്ട് കണ്ട് ഇവിടം വരെയുള്ള നീളം വി മൈനസ് യു. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ടി ആണ്, ടൈം. എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈമാണ്. ഇത്രയും മതി, ഒരു പടം ഇത് മതി. ഇത് വെച്ചിട്ട് നമുക്ക് 3 ഡെറിവേഷനും ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഡെറിവേഷൻ ചെയ്യാൻ എന്ന് വെച്ചാൽ എന്തുവാ സാർ ഈ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻസ് അറിയാത്ത ആരും ഇല്ലല്ലോ. ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റ് ഇയർ തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കി, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് വാട്ട്. നമ്മളിപ്പോൾ പഠിച്ചു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും, ആക്സലറേഷൻ. അതങ്ങോട്ട് എഴുതി വെക്കണം, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് അത് എഴുതി വെക്കണം. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. സ്ലോപ്പ് എടുക്കാൻ എന്തെടുത്താൽ മതി, ടാൻ തീറ്റ. അപ്പൊ സ്ലോപ്പ് എടുക്കാൻ ടാൻ തീറ്റ എടുക്കുന്നു. ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ആരാ, വി മൈനസ് യു ബൈ അഡ്ജസെന്റ് സൈഡ് ആരാ, ടി. അപ്പൊ വി മൈനസ് യു ബൈ ടി ആരാ, എ. വി മൈനസ് യു ബൈ ടി ആരാ, എ. അപ്പൊ എ ടി അവിടെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ വി മൈനസ് യു ഇസിക്കൽ ടു എന്ത് കിട്ടി, എ ടി. ആ വി ഇസിക്കൽ ടു മൈനസ് യു ഇപ്പുറത്ത് വന്നാൽ പ്ലസ് യു ആയി, യു പ്ലസ് എ ടി. കിട്ടിയല്ലോ. ഗ്രാഫിക്കലി ഉള്ള ആദ്യത്തെ ഡെറിവേഷൻ കഴിഞ്ഞല്ലോ. അപ്പൊ വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. ഇതിന് ആ ഗ്രാഫ് തന്നെ ഉപയോഗിക്കാം. 3 ഡെറിവേഷനും ഈ ഗ്രാഫ് തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്ത നോക്കിക്കേ മക്കളെ, അടുത്ത എസ് ഇസിക്കൽ ടു രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, എസ് ഇസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ദ ഏരിയ അണ്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്താണെന്ന്, ഡിസ്പ്ലേസ്മെന്റ്. ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, താഴെയുള്ള ഏരിയ എടുക്കാൻ പോവാ. ഏരിയ അണ്ടർ, ഏരിയ ഓഫ് എന്ന് വെച്ചാൽ ഈ താഴെ ഏതൊക്കെ ഏരിയ ഉണ്ട് തന്നെ ഞാൻ റെഡ് ഇങ്ക് കൊണ്ട് അടയാളപ്പെടുത്താം. രണ്ട്, ഈ ഒരു രൂപം എന്താ, ഈ രൂപത്തിന്റെ പേര് ട്രയാങ്കിൾ. താഴെ കിടക്കുന്ന ഈ രൂപത്തിന്റെ പേരെന്തുവാ, റെക്റ്റാങ്കിൾ. അപ്പൊ 2 രൂപങ്ങളുണ്ട്, താഴെ 2 രൂപങ്ങളുണ്ട്. ആരൊക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. കണ്ടോ, അപ്പൊ താഴെ ആ ഗ്രാഫിന്റെ താഴെ, ഈ കട്ടിക്ക് വരച്ചേക്കുന്ന ഗ്രാഫ്, ഇതാണ് ഗ്രാഫ്. ബാക്കി ഡോട്ടഡ് ലൈൻ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അത് ഗ്രാഫ് അല്ല, ഗ്രാഫിൽ നമ്മൾ യോജിപ്പിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ കട്ടിക്ക് വരച്ചേക്കുന്ന താഴെ എത്ര രൂപങ്ങൾ വരുന്നുണ്ട്, എത്ര ഫിഗർ വരുന്നുണ്ട്, 2 ഫിഗർ. ഏതൊക്കെയാണ്, ട്രയാങ്കിളും അതേപോലെ തന്നെ റെക്റ്റാങ്കിളും. അപ്പൊ എന്തെഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എല്ലാവർക്കും അറിയാം, ഇക്വേഷൻ എന്താ, ഹാഫ് ബി എച്ച് പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇക്വേഷൻ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എസ്. അപ്പൊ ഹാഫ് ഇൻറ്റു ബി ബേസ് ആണ്, ടി ഇൻറ്റു ഹൈറ്റ്, എച്ച് ആരാ, എച്ച് താണ്ട് ഇതാ അല്ലേ, വി മൈനസ് യു ഇൻ പ്ലസ് എൽ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ റെക്റ്റാങ്കിൾ, ഈ കുഞ്ഞു റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ലെങ്ത് യു ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് ടി ആയിട്ട് എടുത്തു. ലെങ്ത് ടി ആയിട്ട് എടുക്കാം, ബ്രെഡ്ത്ത് യു ആയിട്ട് എടുക്കാം. അപ്പോഴും ടി യു യു ടി എല്ലാം ഒന്ന് തന്നെയാണ്, ഇസ് ഈക്വൽ ടു എസ്. നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചെഴുതിയടാ, അതായത് എസ് ഇപ്പുറത്ത് എഴുതി, ബാക്കിയെല്ലാം അപ്പുറത്ത് എഴുതി. യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു.
ഒന്നുമില്ല, ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യു പ്ലസ് യു ടി ഇസ് ഈക്വൽ ടു എസ് എന്നുള്ളതിനെ തിരിച്ചെഴുതി വെച്ചു. നമുക്ക് അങ്ങനെയല്ലേ വേണ്ടേ? എങ്ങനെയാ വേണ്ടേ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, നമ്മുടെ കൂട്ടത്തിലായില്ലല്ലോ. നമ്മൾ ചെയ്ത പോലെ നമ്മൾ പറഞ്ഞ ഇക്വേഷനിലേക്ക് എത്തിയോ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിലേക്ക് എത്തിയോ? എത്തിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എടുക്കുന്നു. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ആ യു ഇപ്പുറത്ത് കൊണ്ടുവന്നേ. വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി. കണ്ടോ? വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി. ആ വി മൈനസ് യു അല്ലേ ഇവിടെ കിടക്കുന്നേ? അപ്പൊ അതിന് പകരം എന്തിട്ട് കൊടുക്കുക? എ ടി ഇട്ട് കൊടുക്കുക. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടി എന്തുവാ? ഹാഫ് എ ടി സ്ക്വയർ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കണ്ടോ? അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡെറിവേഷനും എന്ത് ചെയ്ത് കഴിഞ്ഞടാ? ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ഇനി മൂന്നാമത്തെ എന്താ ഇക്വേഷൻ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. കാണാമല്ലോ. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആ ഇക്വേഷൻ. അപ്പൊ ആ ഗ്രാഫിൽ നിന്ന് തന്നെയാണ്. നോക്കിക്കേ മക്കളെടാ, ഗ്രാഫിൽ നിന്ന് തന്നെയാണ്. ആ ഗ്രാഫ് ഞാൻ ഇപ്പുറത്തോട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണ് മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേടാ, ഗ്രാഫ് വി യു ടി വി മൈനസ് യു ഇവിടം വരെയാണ്. ഓക്കെ എടാ, നമ്മൾ വീണ്ടും എഴുതുന്നടാ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് എന്തെന്ന്? ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ തന്നെ നേരത്തെ നമ്മൾ എങ്ങനെ എടുത്തത്? രണ്ട് രൂപങ്ങളാക്കി എടുത്തു. ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും, അങ്ങനെ രണ്ട് രൂപങ്ങളാക്കി എഴുതി. ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എഴുതി. എന്നാൽ ഇപ്പോൾ ഞാൻ ഒരൊറ്റ രൂപമാക്കി എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം, ഒരൊറ്റ രൂപമാക്കി എടുക്കാൻ പോവാണ്. നോക്കിക്കേ, ഈ ഒരു രൂപത്തെ നമ്മൾ എന്ത് വിളിക്കും? മൊത്തത്തിൽ ഈ താഴെ കിടക്കുന്ന ഈ രൂപത്തെ നമ്മൾ എന്ത് വിളിക്കുമെന്നറിയാമോ? ഈ രൂപത്തെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഈ രൂപത്തെ നമ്മൾ വിളിക്കും ട്രപ്പീസ്യം. ഈ രൂപത്തെ നമ്മൾ എന്ത് വിളിക്കും? ട്രപ്പീസ്യം എന്ന് വിളിക്കും. ട്രപ്പീസ്യം. എന്താണ്? ട്രപ്പീസ്യത്തിന്റെ ഹൈറ്റ് ആണ് ഇത്, എച്ച്. ഈ വശം എ, ഇപ്പുറത്തെ വശം ബി. അപ്പൊ ട്രപ്പീസ്യത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഏരിയ ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഒരു ട്രപ്പീസ്യത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ മക്കളെ? പറഞ്ഞടാ, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. ഒരു ട്രപ്പീസ്യത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അപ്പൊ അതേപോലെ ഇവിടെ ഏരിയ ഓഫ് trapezium is equal to displacement. Area of trapezium half h into a plus b is equal to displacement. That is half into h. h എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഈ നടുക്കൂടെ ഉള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? ടി ആ. ഹാഫ് ടി ഇൻറ്റു എയുടെ സ്ഥാനത്ത് ആരാ ഇവിടെ കിടക്കുന്ന? യു. കണ്ടോ, ആ യു പ്ലസ് ബി. എന്ന് വെച്ചാൽ ഇത്രയും നീളം. ഇത്രയും അല്ല, ഇവിടം വരെ അല്ല, മൊത്തം എത്ര? ഇത്രയും വി മൈനസ് യു ആ. പക്ഷെ മൊത്തം എത്രടാ? മൊത്തം വി ആണ് കേട്ടോ. തെറ്റിക്കല്ലേ, അവിടെ വെച്ച് പലരും തെറ്റിക്കാറുണ്ട്. യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എസ്. നമ്മുടെ കൂട്ടത്തിലായില്ല. നമ്മൾക്ക് വേണ്ട രീതിയിൽ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള രീതിയിലോട്ടായോ? അങ്ങനെ ആയിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യത്തെ ഇക്വേഷൻ എടുക്കുന്നു. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അവിടുന്ന് വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി. അവിടുന്ന് ടി കണ്ടുപിടിച്ചേ വി മൈനസ് യു ബൈ എ. കാണാൻ പറ്റുമല്ലോ. വി മൈനസ് യു ബൈ എ. ടിക്ക് പകരം നമുക്കൊരു ഇക്വേഷൻ കിട്ടി, വി മൈനസ് യു ബൈ എ. ഇവിടെ താണ്ട ടി കിടക്കുന്നു. ആ ടിക്ക് പകരം അതുകൊണ്ട് ഇട്ടുകൊടു. അപ്പൊ ടിക്ക് പകരം വി മൈനസ് യു ബൈ എ. പിന്നെ ഒരു ഹാഫും കൂടെ ഉണ്ടല്ലോ, ഹാഫ് ഇൻറ്റു യു പ്ലസ് വി. ഹാഫ് ഇൻറ്റു ടിക്ക് പകരം താണ്ട ഇവനെ ഇട്ട് കൊടുത്തു. അപ്പൊ ഹാഫ് ഇൻറ്റു വി മൈനസ് യു ബൈ എ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എസ്. ഈ മോളിൽ കിടക്കുന്ന ആരാ? വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു. യു പ്ലസ് വിയും വി പ്ലസ് യുവും ഒന്നാണേ. താഴെ കിടക്കുന്നതിനെ 2a എന്ന് എഴുതി. എസ് എന്തുവാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അതുപോലല്ലേ കിടക്കുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 2as ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ 2as. അവിടുന്ന് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുവന്നേ യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് ആ മൂന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന പ്രധാനപ്പെട്ട 3 ഡെറിവേഷൻസ്. ഇത് പഠിച്ചുകൊണ്ട് പോകണം. പിന്നെ അവിടെ പഠിക്കാനുള്ളത് മക്കളെ
നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഇവിടെ നിന്നെല്ലാം പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോക്കണം. കഴിഞ്ഞ വർഷം പ്രോബ്ലം ഒരെണ്ണം പോലും ചോദിച്ചില്ല. ആ ബൾക്ക് മോഡൽസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കംപ്രസിബിലിറ്റി വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമേ ചോദിച്ചുള്ളൂ. എന്നാലും നിങ്ങൾ പ്രോബ്ലം പഠിച്ചുകൊണ്ട് പോകണം. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ, മുകളിലേക്കും താഴേക്കുമുള്ള മോഷൻ, അതാണ് അല്ലേ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാകുന്ന മോഷൻ. നോക്കിയേ, ഇപ്പോൾ ഒരു ബോഡിയെ ഞാൻ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു, അറ്റ് ഹയസ്റ്റ് പോയിന്റ് അതിന്റെ വെലോസിറ്റി എത്ര? 0. ഒരു ബോഡി എടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എത്ര? 0. അപ്പോൾ അവിടെ ആക്സലറേഷൻ ഉണ്ടോ? വെലോസിറ്റി 0 ആയില്ലേ? ആക്സലറേഷൻ ഉണ്ടോ? ഉണ്ടടാ, ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് -g ആണ്. ഇനി ഒരു ബോഡിയെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ താഴേക്ക് ജസ്റ്റ് ഇടുന്നു, മുകളിൽ നിന്ന് താഴേക്ക് എറിയുവല്ല, ഡ്രോപ്പ്ഡ്. എന്താണ്? ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിട്ട് എടുക്കണം? 0. ഒരു ബോഡിയെ മുകളിലേക്ക് എറിഞ്ഞാൽ, ഇവിടുന്ന് എടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0. ഒരു ബോഡിയെ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്താൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0. പിന്നെ മറ്റൊരു കാര്യം ഓർക്കണം, മുകളിലോട്ട് ഒരു ബോഡിയുടെ നമ്മളിപ്പോൾ ഒരു മോഷൻ അണ്ടർ ഗ്രാവിറ്റി പഠിക്കുമ്പോൾ മുകളിലേക്ക് എന്തെങ്കിലും ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നെങ്കിൽ നമ്മൾ അത് എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. താഴേക്ക് മെഷർ ചെയ്യുന്നെങ്കിൽ അതിനെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. മുകളിലും താഴോട്ടുമുള്ള ചലനത്തിൽ ആക്സലറേഷൻ എന്തായിട്ട് എടുക്കണം? -g ആയിട്ട് എടുക്കണം. ഇതുപോലെ പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ബോഡിയുടെ ചലനം നമ്മൾ മുകളിലേക്കും താഴോട്ടും, നേരെ അങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടൊന്നും അല്ല, നമ്മൾ ആ ബോഡിയുടെ മോഷൻ കൺസിഡർ ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കുമാണെങ്കിൽ, എർത്തിന്റെ സർഫസിൽ നിന്ന് മുകളിലേക്കും താഴേക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. മുകളിലേക്കും താഴേക്കുമാണെങ്കിൽ മുകളിലോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം, താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. ആക്സലറേഷൻ എപ്പോഴും എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. അവിടെ പെട്ടെന്ന് പറഞ്ഞ കാര്യമാണ്, അത് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ ഒരു ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. അത് താഴെ വന്നാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് s = ut + ½ at² കൊടുക്കാം. സമയം കണ്ടെത്താൻ s = ut + ½ at². താഴെ എത്തുന്നു അല്ലേ? എസ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ്. എവിടുന്ന? മുകളിൽ നിന്ന് താഴേക്ക് എത്തിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് അല്ലേ? മുകളിൽ നിന്ന് ഒരു ബോഡിയെ താഴേക്ക് ഇട്ടു, അപ്പോൾ താഴോട്ട് എത്തുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്ര? h. താഴോട്ട് വരുന്നതുകൊണ്ട് അത് -h കൊടുക്കുന്നു. s = -h u. ഇനിഷ്യൽ വെലോസിറ്റി ഡ്രോപ്പ്ഡ് ആണ്, 0. ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിപ്പോയി. അപ്പോൾ 0 × t എന്ത് തന്നെ? 0 തന്നെ, പ്ലസ് ½ × a എന്തായിട്ട് എടുക്കണം? -g × t². അപ്പോൾ -h = -½ gt². കാണാമോ ഇവിടെ എഴുതിയ? യെസ്, മൈനസും വെട്ടിച്ചത്തു. ബാക്കി t ആണ് വേണ്ടത്. താഴെ എത്താൻ എടുക്കുന്ന സമയമാണ് നമുക്ക് വേണ്ടത്. t² അങ്ങോട്ട് പോയി, 2h, g അങ്ങോട്ട് പോയി, /g. അവിടുന്ന് t² അല്ല, t² നമ്മൾ കണ്ടുപിടിച്ചു. t = ഇതിന്റെ എന്തെടുത്താൽ മതി? എല്ലാവർക്കും അറിയാം, റൂട്ട് എടുത്താൽ മതി. 2h/g. t = √2h/g. ശരിയല്ലേ? കാണാമല്ലോ? യെസ്. അപ്പോൾ ഇതാണ് ടൈം കണ്ടെത്തുന്ന ഇക്വേഷൻ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാം. താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടെത്തുന്ന ഇക്വേഷൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v² = u² + 2as. v താഴെ എത്തുന്ന വെലോസിറ്റി, അത് നമുക്ക് കണ്ടുപിടിക്കണം. v². u ഇനിഷ്യൽ വെലോസിറ്റി മട്ടപൂജ്യം, 2 × a -g. ആക്സലറേഷൻ -g ആയിട്ട് എടുക്കണം. s ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക് എത്തിയ ദൂരം, അതാണ് h എന്ന് വെച്ചാൽ അതല്ലേ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ആ ഹൈറ്റിലെ. അപ്പോൾ അത് എന്തോ എടുക്കാം? -h. എന്താ സാർ -h? താഴോട്ട് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ്, മുകളിൽ നിന്ന് താഴോട്ടാണ്, അപ്പോൾ മൈനസ് കൊടുക്കണം. അപ്പോൾ ഈ മൈനസും വെട്ടിച്ചത്തു പോയി. അപ്പോൾ ബാക്കി എന്തുണ്ട്? v² = 2gh. അപ്പോൾ v = എന്താ എഴുതാം? √2gh. v = √2gh. ഇതാണ് വെലോസിറ്റി ഓഫ് എ ഫ്രീ ഫോൾ ബോഡി. വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഓർത്ത് വെച്ചിരിക്കുക മക്കളെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ താഴോട്ട് എറിയുന്ന ബോഡിയുടെ ഗ്രാഫ്, മുകളിലോട്ട് എറിയുന്ന ബോഡിയുടെ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഇതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത്രയാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്.